ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ എണീറ്റ് ഞാൻ തേങ്ങ പൊളിച്ചത് നോക്കിയപ്പോൾ സാധനമില്ല. അപ്പോൾ തേങ്ങ പൊളിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഒരു തേങ്ങ പൊളിച്ചു തരുമോ? ഒരു തേങ്ങ പൊളിച്ച് തരും. എവിടെ ഞാനിവിടെ വീഡിയോ ഓണാക്കിക്കണം. ഞാൻ ഇവിടെ വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. ഒരു തേങ്ങ പൊളിച്ച് തരുമോ? അല്ല, ഞാൻ എല്ലാ സാധനവും റെഡിയാക്കി തരാം. എനിക്കറിയില്ല. വീഡിയോ ഓണാക്കി പിന്നെ നിങ്ങൾ വെറുതെ ഒന്നും പറയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്കിത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണമെന്നല്ല പറഞ്ഞ്. നിങ്ങളിങ്ങനെ ഇതൊന്നും പറയരുത് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ മുഴുവൻ എനിക്കായിരുന്നു ചീത്ത. ഇക്കനെ കൊണ്ട് എന്താ അത്, ഇക്കനെ എന്തിനാ അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട്. ഇക്ക ഭയങ്കര പാവം മനുഷ്യനാണ്. കൈ പോണ്ടേ, ഇനി പഠിച്ചെടുക്കന്നെ വേണം. ഞാൻ തേങ്ങ പൊളിക്കാൻ അറിയില്ല പറയുമ്പോൾ ഇക്ക പറയണതാണ്. ഒക്കെ സിമ്പിളല്ലേ. ഇതെന്തൊരു വെളിച്ചക്കുറവുണ്ടല്ലോ. ഇരുട്ട് കൂടിയിട്ടാ? നേരം വിളിക്കാൻ ആക്കണോ? ഈ ഒരു പണി എനിക്കറിയില്ല. ചെയ്തിട്ടില്ല, ചെയ്യാത്തോണ്ടാണ്. ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ചെയ്ത് നോക്കണ്ട, ഇന്നെ ചെയ്യാൻ സമ്മതിക്കറില്ല. അതുകൊണ്ടല്ല, ഞാൻ അങ്ങനെ നോക്കുമ്പോ കൈവ തട്ടുന്ന് അറിയും അല്ലേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആക്ക കാണുന്ന വ്യൂവേഴ്സ് പറയും എന്താണ് ഒരു തേങ്ങ രണ്ടാളും കൂടി എന്ത് കാട്ടണത്, എന്തിനാണ്. എന്തുകൊണ്ട് ഞാൻ പഠിച്ചില്ല എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം നമ്മൾ യു എയിലൊക്കെ ആകുമ്പോഴേ ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാധനം അവിടെ റെഡിയായി കിട്ടുമല്ലോ. അതാണ് മെയിൻ പ്രോബ്ലം. ഉണ്ടാക്കട്ടെ. അത് ഫിനിഷ് ചെയ്തതാണ്. എടുക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ. കടാ തേങ്ങ പൊളിക്കണം. ഞാൻ വെള്ളം കുടിക്കണ നിൽക്കാം. തേങ്ങ വെള്ളം ഇവിടെ ഭയങ്കര വീക്ക്നെസ്സാണ്. തരൂ തേങ്ങ ചിരവണം. ആ കൈ പിടിച്ചിരുന്ന അകത്ത് കച്ചറാണ്ട് വിചാരിച്ചിട്ടേ. ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റുണ്ടാവുമല്ലോ. ഇവിടെ നിന്നാണ് തേങ്ങ ചിരവ കേട്ടോ. കൊട്ടത്തളം ഉണ്ടല്ലോ പുറത്ത്, അവിടെ നിന്ന്. തേങ്ങ ചിരവി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കണ്ടേ? പുട്ട് ഉണ്ടാക്കണ്ടേ, ഇലയിൽ പറ്റി ഉണ്ടാക്കണ്ടേ എന്നൊരു കൺഫ്യൂഷനിലാണ്. എനിക്കൊക്കെ രാവിലെ ഇലപ്പറ്റി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു വ്ളോഗിലൂടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, എനിക്കൊരു 4 വർഷങ്ങൾക്ക് മുമ്പ്
ക്യാൻസർ എന്ന രോഗമുള്ളവരെ കാണുന്നതും ആ ഒരു പേര് കേൾക്കുന്നതിന് ഭയങ്കര ടെൻഷനായിരുന്നു. അന്നത്തെ ഒരു വ്ളോഗിൽ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറയുന്നില്ല ഒരിക്കലും. അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയല്ല. നമുക്ക് എപ്പോഴും ആ ഒരു ടെൻഷൻ എല്ലാവരുടെയും എന്താണ് മനസ്സിലുണ്ടാവും ക്യാൻസർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ ഇക്കാൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഇനി വരാണ്ടിരിക്കാനുള്ള കീമോ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇക്ക പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മളൊരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇക്കാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ അതെത്ര പറഞ്ഞാലും മതി വരില്ല. പക്ഷേ കീമോ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഒരു അസുഖക്കാരനായിട്ട് കാണിക്കുന്നത് താല്പര്യമില്ല. ആൾക്ക് എല്ലാതും ചെയ്യാൻ പറ്റണം, എല്ലാത്തിലും ആക്റ്റീവ് ആവണം എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാനെ ഒരു അസുഖമുള്ള ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് കീമോൻ്റെ കാര്യം പറയുന്നത് കീമോ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത്, വീഡിയോ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന നമ്മൾ ഭയങ്കര ലൈഫാണ് കൊണ്ടു പോകുന്നതെന്നല്ലേ. അപ്പം നമ്മളുടെ റിയൽ സിറ്റുവേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇക്കാനെ ഞാൻ താഴ്ത്തി കെട്ടുന്നൊന്നും പറയുമ്പോൾ അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇക്കാക്കറിയാം എന്താണെന്നുള്ളത്. അസുഖത്തിനെ പറ്റിയിട്ട് ഞാൻ വലിയ ഗൗരവമായിട്ട് ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇതാണ്. ഈ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കിടയിൽ തന്നെ, വീഡിയോ കാണുന്നവരിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു അസുഖമുള്ള ആളാണ്, അവരെ പ്രത്യേകം കെയർ ചെയ്യണം, അങ്ങനെ പറയരുത്. അത് അവരുടെ മനസ്സിൽ അവരൊരു അസുഖക്കാരനാണെന്ന് തോന്നിപ്പിക്കും. അപ്പോൾ എപ്പോഴും അവരെ നമ്മളെ പോലെ തന്നെ അസുഖമില്ലാത്ത മീൻസ് അവരും നോർമൽ പേഴ്സൺ ആയിട്ട് മാറ്റുമ്പം അവർക്കൊന്നുകൂടെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അവർക്കൊന്നുകൂടെ എന്താ പറയുക, നമുക്ക് നമ്മൾ ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ വരും. അത് വളരെ ഈ ഒരു അസുഖമുള്ളവർക്ക് നല്ലൊരു കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡിനെ നന്നായിട്ട് അറിയാം. ഞാനൊരിക്കലും ഇക്കാക്ക് ആ ഒരു എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാനെ ഭയങ്കര കെയർഫുള്ളായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നും ഞാൻ പറയാറില്ല. ഇക്കാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താ പറയുക, കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കും. അത് ഇക്ക കഴിക്കാൻ പറ്റാത്തത് നമ്മളും കഴിക്കാറില്ല. അങ്ങനെയാണ്. ഞങ്ങൾ കഴിക്കുന്നത് ഇക്കയും കഴിക്കും, അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഞങ്ങളും കഴിക്കാറില്ല. ഞാനും മക്കളൊന്നും കഴിക്കാറില്ല. വല്ലപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇക്ക പുറത്ത് പോകുന്ന ദിവസങ്ങളിലോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഉപ്പ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ കഴിക്കുന്നത് ഇക്കാക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഇക്കാക്ക് കൊടുക്കാണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. നമ്മളെല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കീമോൻ്റെ കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. എന്നാൽ പറഞ്ഞാലാണെങ്കിൽ എന്താ പറയുക, വേറെ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കീമോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി കാണരുത്. അവർ നമ്മളെ പോലെ തന്നെയാണ്, അവർക്കെല്ലാം ഓക്കെ ആണ്. പിന്നെ എല്ലാവരും ഒരേ കേസ് ആവണമെന്നില്ല കേട്ടോ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റുള്ള എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. പലരും പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്കാര്യം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സിന് ശേഷമാണ് ഇക്ക ഒന്ന് ബെറ്റർ ആയത്. അപ്പോൾ അൽഹംദുലില്ലാ അത് അങ്ങനെ തന്നെ പോട്ടെ. ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. കീമോ ചെയ്യുമ്പം ആളൊന്ന് ഡൗൺ ആവും, അത്രയേ ഉള്ളൂ. ആ ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആണെന്ന് കാണിക്കാണ്ടിരിക്കുകയാണ് നമ്മൾ മെയിനായിട്ട് വേണ്ടത്. നമ്മളെപ്പോഴും കൂളായിട്ട് കൂടെ നിൽക്കുന്നവർ ഡൗൺ ആയാൽ ആകെ മൊത്തം പോവും. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നവരുടെ ഫേസ് എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതൊന്നും കുഴപ്പമില്ല. മീൻസ് വല്ലാണ്ട് നിസ്സാരമാക്കി കളയാനല്ല പറയണത്. എപ്പോഴും നമ്മൾ എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെ. ഓക്കെ, അപ്പോൾ എന്താ പറയാമെന്നത്, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക്. ഇതിപ്പോൾ ഞാനൊരു ക്ലാസ് എടുക്കുമൊന്നുമല്ല കേട്ടോ. എന്താ പറയുക, കുറേ പേര് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ, ഹസ്ബൻഡ് വൈഫിനാണെങ്കിലും വൈഫ് ഹസ്ബൻഡിനാണെങ്കിലും എപ്പോഴും ആരാണോ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അവരെ കൂടെ നിൽക്കുന്നവരെപ്പോഴും ഹാപ്പി ആയിരിക്കണം. അവർ ഹാപ്പി അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും കളിച്ച് ചിരിച്ച് അങ്ങനെ നിൽക്കണം, ഒന്നും അങ്ങോട്ട് ഓവറായിട്ട് തലയിൽ കയറ്റൂല. അപ്പം അത് പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരും ഹാപ്പി ആയിട്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇലയിൽ പരുത്തിയല്ല, ഫ്രൈങ് പാൻ പരുത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇല കിട്ടിയില്ല, ഇല എടുക്കാൻ കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ എനിക്ക് മടി, ഇപ്പോൾ പൊതുവേ മടി തന്നെ കേട്ടോ. ഇവിടെ ഇക്കാക്ക് ഇലയിൽ പരുത്തി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫ്രൈങ് പാനിൽ അത് പരുത്തിയെടുത്തു. പിന്നെ ഒരു ചട്നി ഉണ്ടാക്കുവാണ്. ചെറിയ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക.
അത് പേസ്റ്റാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുത്തി തിന്നുമ്പം നല്ല ടേസ്റ്റാണ്. ഈ എലപ്പത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ ചിക്കൻ കറിയും ഫിഷ് കറിയൊക്കെയാണ് ഭയങ്കര കോമ്പിനേഷൻ. പക്ഷെ നമുക്കിപ്പം അതിനുള്ള സാഹചര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളമില്ല, അതുപോലെ തന്നെ പണിക്കാരുണ്ട്. എല്ലാം കൂടിയായിട്ട് എനിക്ക് തന്നെ തലപ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എന്തിനാ അത്ര തടങ്ങിയിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കട്ടി തിന്നാൽ പോരെ, മതിയല്ലേ. ഈ വെള്ളവും ഇല്ല, പണിക്കാരുമാണ്. അവിടെ നിന്ന് തിരിഞ്ഞാലും ഇവിടെ നിന്ന് തിരിഞ്ഞാലും ഒക്കെ പണിക്കാരാണ്. അവർ ഓരോന്നിനും വിളിക്കുന്നു, അവർക്ക് നമുക്ക് വെള്ളം കൊടുക്കണ്ടേ. ഇങ്ങനെ കുറേ കാര്യങ്ങളാകുമ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും മക്കളെ നോക്കലും എല്ലാം കൂടി ആകുമ്പോഴേ തലപ്രാന്ത് പിടിക്കാഞ്ഞാൽ അതിൻ്റെ കൂടെ ചൂട്, അടുക്കളയിൽ നിൽക്കാൻ വയ്യാത്ത ചൂടാണ്. പക്ഷെ നമുക്കെന്തെങ്കിലും കഴിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഉച്ചത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാതിന് ശേഷം. ഓക്കെ. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ ഒരു നല്ലൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്നു. പുറത്തിറങ്ങുമ്പം ആൾക്കാർ അവരുടെ ഇടയിൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, മുറ്റത്തെ കാഴ്ചകളൊക്കെ കാണിച്ച് തരണം എന്നുണ്ട്. പക്ഷേ ആളുകളാവുമ്പോൾ അത് എനിക്കെന്തോ ഒരു മടിയാണ്. പിന്നെന്താ, അകത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആവട്ടെ. എന്തായാലും നമുക്ക് റിയലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതല്ലേ നല്ലത്, കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതാ ചായയൊക്കെ കുടിക്കുകയാണ്. മക്കളെപ്പോഴും എണീറ്റിട്ടില്ല. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കൽ, പിന്നെ പാത്രം കഴുകൽ, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഓരോ വീട്ടമ്മമാരുടെയും ഒരു ദിവസത്തെ കാര്യങ്ങൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പാത്രം കഴുകുക. ഉച്ചയ്ക്ക് ലഞ്ച്, പാത്രം കഴുകുക. വൈകുന്നേരത്തെ ചായ സ്നാക്ക്, പാത്രം കഴുകുക. ഡിന്നർ ഉണ്ടാക്കുക, പാത്രം കഴുകുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വേറെയും പണികൾ, തീരാത്തത്രയും പണികൾ. എന്നതാ നമ്മളെ ട്രെഞ്ചിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന്. അപ്പം അത് 2 ദിവസമായി ഇപ്പം ആ ഒരു പണി നടക്കുന്നു. ഓക്കെ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വണ്ടി വരില്ല. പിന്നെ നമ്മൾ ടൈല് മേലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മേലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്, ടൈൽസ് ഒട്ടിക്കുന്ന പണിയാണ്. ഇനി വേറൊരു പണിയും കൂടി നടക്കുന്നുണ്ട്. അത് നമ്മുടെ കിണറിൻ്റെ ഗ്രില്ലല്ല, അതിൻ്റെ ആൾക്കാരല്ല, ഫ്രഞ്ചിൻ്റെ പണിയാന്ന് തോന്നുന്നു. ഒരാൾ വരുന്നുണ്ട്. ഇതിലിടുമോ? എന്തേ ഉറക്കത്തിൽ നീറ്റ് വരികയാണ് ഒരാൾ. ഇവിടെ ഇരിക്കും. ആ എന്തേ എന്തുണ്ടോന്ന് ചോദിച്ചപ്പോ ആ എന്താണ് ചോദിച്ചത്? അൺബോക്സോ? എന്താ അൺബോക്സിങ്ങോ? എന്താ അൺബോക്സിങ്? ഗിഫ്റ്റ്. റൂയിൻ്റെ ഗിഫ്റ്റ്. ഉറക്കത്തിൽ നീറ്റ് വന്ന പോലെ തന്നെ ഗിഫ്റ്റ് അൺബോക്സിങ്ങാണ് ചോദിക്കുന്നത്. റൂയിക്കൊരു ഗിഫ്റ്റ് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടല്ലേ, അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അൺബോക്സ് ചെയ്യുള്ളൂ കേട്ടോ. എന്താണ് മുടി ഇങ്ങനെ? എന്താ വെറുതെ ഉണ്ടാക്കണ്? ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണം കേട്ടാ. മുടിയൊന്നും മാറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ. ചോക്ലേറ്റ് ഗിഫ്റ്റ്. റിനു റോസിന് കൊടുക്കണ്ടേ? വണ്ണ് എല്ലാവർക്കും വണ്ണ്. പപ്പക്ക് വണ്ണ്. ഫുള്ള് കൊടുക്കാൻ പറ്റില്ല. ഒന്ന് ബൂട്ട് ചെയ്യണം. ബൂട്ടിങ്. റൂയി ബൂട്ടിങ്. എല്ലാവർക്കും വണ്ണ. 2 ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല, 1 ചോക്ലേറ്റ് ഉണ്ട്.
ഉച്ചയ്ക്ക് ലഞ്ചിന് എൻ്റെ വീട്ടിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഞങ്ങൾ ലഞ്ചിന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അപ്പം പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ഐറ്റംസാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അനിയത്തി ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, ഉപ്പ ഉണ്ടായിരുന്നു, നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും അനിയത്തിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്. എനിക്കും ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം കുക്ക് ചെയ്ത് മടിയായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസാണിത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.